നമസ്കാരം. എഫ് ഫാർമ വൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗവൺമെൻറ് അനലിസ്റ്റ് ഗ്രേഡ് 3 ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഡേറ്റഡ് 2011 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഈ വീഡിയോ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് ആൻഡ് എക്സ്പ്ലനേഷൻസും ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഉപകാരപ്രദമായി തോന്നിയാൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Which among the following is not used in the limit test for lead? Option A, diathazone. B, hydroxylamine hydrochloride. C, potassium cyanide. D, formaldehyde. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ലിമിറ്റ് ടെസ്റ്റ് ഫോർ ലെഡിൽ യൂസ് ചെയ്യാത്തത്? സോ നമ്മൾ ആദ്യം ലിമിറ്റ് ടെസ്റ്റ് ഫോർ ലെഡ് അറിഞ്ഞിരിക്കണം. ലിമിറ്റ് ടെസ്റ്റ് ഫോർ ലെഡിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? അതായത് ലെഡും ഡൈഫീനൽ തയോകാർബസോൺ അല്ലെങ്കിൽ ഡയത്തസോണും ആയിട്ടുള്ള റിയാക്ഷൻ, ആൽക്കലൈൻ സൊല്യൂഷനിൽ ഉള്ള റിയാക്ഷൻ, അതിൻ്റെ ബേസിലാണ് ലിമിറ്റ് ടെസ്റ്റ് ഫോർ ലെഡ് നടക്കുന്നത്. ഇത് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ലെഡ് ഡയത്തസോൺ കോംപ്ലക്സ് ഫോം ചെയ്യും. ഡയത്തസോൺ ആണെങ്കിൽ ക്ലോറോഫോമിൽ ഗ്രീൻ ഇൻ കളറാണ്. ലെഡ് ഡയത്തസോൺ ആണെങ്കിൽ കോംപ്ലക്സ് ഒരു വയലറ്റ് കളറാണ്. റിസൾട്ടിങ് എൻഡിലുള്ള കളർ എന്ന് പറയുന്നത് ഒരു റെഡ് കളറാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജൻസ് എന്ന് പറയുന്നത് നമുക്ക് അൺനോൺ സാമ്പിൾ ഉണ്ടാവും, സ്റ്റാൻഡേർഡ് ലെഡ് സൊല്യൂഷൻ ഉണ്ടാവും, അമോണിയം സിട്രേറ്റ്, പൊട്ടാസ്യം സയനൈഡ്, ഹൈഡ്രോസിലമീൻ ഹൈഡ്രോക്ലോറൈഡ്, ഫീനോൾ റെഡ്, അമോണിയ സൊല്യൂഷൻ, നൈട്രിക് ആസിഡ്, ക്ലോറോഫോമൊക്കെയാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജൻസിൻ്റെ പ്രോസസ്സ്. ഇനി അമോണിയം സിട്രേറ്റും പൊട്ടാസ്യം സയനൈഡും ഹൈഡ്രോക്സിലമീൻ ഹൈഡ്രോക്ലോറൈഡും യൂസ് ചെയ്യുന്നത് ഒപ്റ്റിമം pH കിട്ടാനായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതർ ഇംപ്യൂരിറ്റീസിൻ്റെ ഇൻ്റർഫിറൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഫീനോൾ റെഡ് എന്ന് പറയുന്നത് കളർ അറ്റ് എൻഡ് ഓഫ് ദ പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള ഇൻഡിക്കേറ്ററാണ് ഫീനോൾ റെഡ്. ലെഡ് ഇംപ്യൂരിറ്റി ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്, നമ്മുടെ കോമ്പൗണ്ടിലെല്ലാം അൺനോൺ സാമ്പിളിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ആൽക്കലൈൻ സൊല്യൂഷൻ വിത്ത് ഡയത്തസോൺ എക്സ്ട്രാക്ഷൻ സൊല്യൂഷനായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ചെയ്യും. സോ ഇതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്, ലിമിറ്റ് ടെസ്റ്റ് ഫോർ ലെഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ അതിൽ യൂസ് ചെയ്യാത്ത ഏതാണ്? ഓപ്ഷൻ ഡി, ഫോർമാൽഡിഹൈഡ്. ബാക്കി എല്ലാം തന്നെ യൂസ് ചെയ്യുന്നതാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഫോർമാൽഡിഹൈഡ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ടാൽക് ഇസ് ഓപ്ഷൻ എ, hydrated magnesium silicate with small amount of aluminum silicate. Option B, hydrous aluminum silicate with small proportion of magnesium silicate. C, colloidal hydrated aluminum silicate. Option D, calcium silicate with traces of manganese. എന്താണ് ടാൽക് എന്ന് പറയുന്നത്? കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഹൈഡ്രേറ്റഡ് മെഗ്നീഷ്യം സിലിക്കേറ്റ് വിത്ത് സ്മോൾ എമൗണ്ട് ഓഫ് അലുമിനിയം സിലിക്കേറ്റ് ആണ്. ക്ലേ മിനറൽ ആണ്. പൗഡേർഡ് ഫോം ആണ് ടാൽക് എന്ന് പറയുന്നത്. തിക്നിങ് ഏജൻ്റ് ആയിട്ട്, ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഏജൻറ്റ് ഇൻ ദ കോസ്മെറ്റിക്സ് ആണ്. സോ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. വിച്ച് അമോങ് ദ ഫോളോയിങ് ഇസ് എ സിസ്റ്റമിക് ആൻറ്റാസിഡ്? ഓപ്ഷൻ എ, അലുമിനിയം ഹൈഡ്രോക്സൈഡ്. ബി, സോഡിയം ബൈകാർബണേറ്റ്. സി, ബിസ്മത്ത് സബ്സാലിസിലേറ്റ്. ആൻഡ് ഡി, മെഗ്നീഷ്യം ഓക്സൈഡ്. ഏതാണ് കറക്റ്റ് ആൻസർ? സിസ്റ്റമിക് ആൻറ്റാസിഡ് ഏതാണ്? ഓപ്ഷൻ ബി, സോഡിയം ബൈകാർബണേറ്റ് ആണ് സിസ്റ്റമിക് ആൻറ്റാസിഡ്. സോ സിസ്റ്റമിക് ആൻറ്റാസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദോസ് ആൻറ്റാസിഡ്സ് ദാറ്റ് ആർ അബ്സോർബ്ഡ് സിസ്റ്റമിക്കലി ആണ് നമ്മൾ സിസ്റ്റമിക് ആൻറ്റാസിഡ്സ് എന്ന് പറയുന്നത്. ഇതിന് മെയിൻ ആയിട്ടുള്ള ഡ്രോബാക്ക് അല്ലെങ്കിൽ അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറയുന്നത് സോഡിയം ബൈകാർബണേറ്റിൻ്റെ മെയിൻ അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. സോഡിയം ഓവർലോഡും അതുപോലെ തന്നെ സിസ്റ്റമിക് ആൽക്കലോസിസും ഉണ്ടാവും. ആൽക്കലോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ബോഡിയിൽ ഭയങ്കരമായിട്ട് കുറയും, സിസ്റ്റമിക് സർക്കുലേഷനിൽ കുറയുന്നതിനാണ് കോൾഡ് സിസ്റ്റമിക് ആൽക്കലോസിസ് അല്ലെങ്കിൽ ആൽക്കലോസിസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഹാർട്ട്മാൻ സൊല്യൂഷൻ ഇസ് ഓപ്ഷൻ എ, സ്റ്റെറൈൽ സൊല്യൂഷൻ ഓഫ് കാൽഷ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, sodium chloride and sodium lactate in water for injection. B, oral solution of calcium chloride, potassium chloride, sodium chloride and sodium lactate. C, sterile solution of potassium chloride, sodium chloride and calcium chloride in water for injection. D, none of the above. സോ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ഹാർട്ട്മാൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് റിങ്ങേഴ്സ് ലാക്ടേറ്റ് സൊല്യൂഷനാണ് ഹാർട്ട്മാൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. മിക്സ്ചർ ഓഫ് സോഡിയം ക്ലോറൈഡ്, സോഡിയം ലാക്ടേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്, അതുപോലെ തന്നെ കാൽഷ്യം ക്ലോറൈഡ് ഇൻ വാട്ടറാണ്. IV ആയിട്ടാണ് സാധാരണ നമ്മളിത് കൊടുക്കാറ്.
സോ സ്റ്റെറൈൽ സൊല്യൂഷൻ ഓഫ് കാൽഷ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ് ആൻഡ് സോഡിയം ലാക്ടേറ്റ് ഇൻ വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ ആണ് ഹാറ്റ്മാൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 5. സെലക്ട് ദ മൈക്രോ മിനറൽ ഫ്രം ദ ഫോളോയിങ്. ഓപ്ഷൻ എ ഫോസ്ഫറസ്, ബി മാഗ്നീഷ്യം, സി അയൺ, ഡി ഓൾ ദ എബോവ്. മിനറൽസ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മാക്രോ മിനറൽസും ഉണ്ട്, മൈക്രോ മിനറൽസും ഉണ്ട്. മാക്രോ മിനറൽസിൽ വരുന്നതാണ് കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സൾഫർ. മൈക്രോ മിനറൽസ് ഏതൊക്കെയാണ്? അയൺ, സിങ്ക്, കോപ്പർ, അയഡിൻ, ഫ്ലൂറൈഡ്, ക്രോമിയം, കൊബാൾട്ട്, സിലീനിയം, മാംഗനീസ്, മോളിബിഡനം. ഇതൊക്കെയാണ് മൈക്രോ. സോ മൈക്രോ മിനറൽസിൻ്റെ എക്സാമ്പിൾ അവിടെ ഏതാണ്? ഓപ്ഷൻ സി അയൺ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. കാറ്റഗറി 1 expectorants are. ഓപ്ഷൻ എ നോട്ട് ജനറലി റെക്കഗ്നൈസ്ഡ് as safe and effective. ഓപ്ഷൻ ബി those with insufficient data to classify as safe and effective. C generally recognized as safe and effective. D none of the above. കാറ്റഗറി 1 എക്സ്പെക്ടറൻ്റ് ഏതാണ്? ഫെഡറൽ രജിസ്റ്ററിൽ, അതായത് FDA ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് ഈ കഫ് മിക്സ്ചേഴ്സിനെ അല്ലെങ്കിൽ കഫ് പ്രോഡക്ട്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കാറ്റഗറി 2 എന്ന് പറയുന്നത് നോട്ട് ജനറലി റെക്കഗ്നൈസ്ഡ് ആസ് സേഫ് ആൻഡ് എഫക്റ്റീവ് ഫോർ ഓവർ ദ കൗണ്ടർ അല്ലെങ്കിൽ OTC യൂസ് ആണ്. ദെൻ കാറ്റഗറി 1 എന്ന് പറയുന്നത് ജനറലി റെക്കഗ്നൈസ്ഡ് ആസ് സേഫ് ആൻഡ് എഫക്റ്റീവ് ആണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ആസ് പെർ FDA ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 6ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. Next, question number 7. Which among the following is not the use of acetylcysteine? Option A, reduce the viscosity of pulmonary secretions. B, antidote in acute acetaminophen overdosage. C, treatment of dry eye. D, short-term treatment of apnea. തന്നിരിക്കുന്നതിൽ ഏതാണ് അസറ്റൈൽസിസ്റ്റീൻ്റെ യൂസ് അല്ലാത്തത്? നമുക്കറിയാമല്ലോ അസറ്റൈൽസിസ്റ്റീൻ എന്ന് പറയുന്നത് തിക് മ്യൂക്കസ് ലൂസൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇൻഡിവിജ്വൽസ് വിത്ത് സിസ്റ്റമിക് ഫൈബ്രോസിസും അതുപോലെ തന്നെ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസോർഡറും ഒക്കെ ഉള്ളവരിൽ ലൂസൺ ചെയ്യാനായിട്ട്, മ്യൂക്കസ് ലൂസൺ ചെയ്യാനായിട്ട് അസറ്റൈൽസിസ്റ്റീൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അസറ്റൈൽസിസ്റ്റീൻ്റെ യൂസ് നമുക്കറിയാം പാരസെറ്റമോൾ ഓവർഡോസിൻ്റെ കേസിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡ്രൈ ഐയിൽ ടിയേഴ്സിൻ്റെ സ്റ്റിക്നെസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ഷോർട്ട് ടേം ട്രീറ്റ്മെൻറ്റ് ഓഫ് അപ്നിയ എന്ന് പറഞ്ഞാൽ സീസേഷൻ ഓഫ് ബ്രീത്തിങ്, അതാണ് ഒരു യൂസ് അല്ലാത്തത്. ബാക്കി മൂന്നും അസറ്റൈൽസിസ്റ്റിൻ്റെ യൂസാണ്. സോ 7ാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഷോർട്ട് ടേം ട്രീറ്റ്മെൻറ്റ് ഓഫ് അപ്നിയ. ക്വസ്റ്റ്യൻ നമ്പർ 8. വിച്ച് among the following is an intravenous anesthetic? ഓപ്ഷൻ എ ഹാലോത്തീൻ, ബി ഡെസ്ഫ്ലൂറൈൻ, സി നൈട്രസ് ഓക്സൈഡ്, ഡി മെത്തോഹെക്സിറ്റാൽ സോഡിയം. തന്നിരിക്കുന്നതിൽ ഏതാണ് ഇൻട്രാവെനസ് അനസ്തെറ്റിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് IV അനസ്തെറ്റിക്സിനെ ശരിക്കും പറഞ്ഞാൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻഡ്യൂസിങ് ഏജൻസും ഉണ്ട്, സ്ലോവർ ആക്ടിങ് ഏജൻസും ഉണ്ട്. ആ ഇൻഡ്യൂസിങ് ഏജൻസിൽ വരുന്നതാണ് തയോപെൻറ്റാൻ സോഡിയം, മെത്തോഹെക്സിറ്റോൺ സോഡിയം, പ്രൊപ്പോഫോൾ, എറ്റോമിഡേറ്റ് ഒക്കെ. സ്ലോവറി ആക്ടിങ് ഏജൻസിലാണ് ബെൻസോഡാസിപ്പീൻസ്, അതുപോലെ കീറ്റമീൻ, ഫെൻറ്റാനിലൊക്കെ വരുന്നത്. സോ ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ, അതായത് ഓപ്ഷൻ ഡി മെത്തോഹെക്സിറ്റാൽ സോഡിയമാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ബാക്കിയെല്ലാം തന്നെ ഇൻഹലേഷൻ അനസ്തെറ്റിക്സ് ആണ്. സോ 8th ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി മെത്തോഹെക്സിറ്റാൽ സോഡിയം. Question number 9. Which of the following is not a correct statement about procaine hydrochloride? Option A, it has a faster onset of action than lidocaine. Option B, following absorption, it is hydrolyzed rapidly by esterase. C, may be combined with a vasoconstrictor to prolong duration of action. D, should not be used where therapy with sulfonamide is involved. തന്നിരിക്കുന്നതിൽ പ്രൊക്കെയിൻ HCl കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ലിഡോക്കെയിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം പ്രൊക്കെയിൻ എന്ന് പറയുന്നത് ഒരു എസ്റ്റർ അനസ്തെറ്റിക്കിൻ്റെ എക്സാമ്പിളാണ്. പ്രൊക്കെയിൻ ഹൈഡ്രോക്ലോറൈഡിന് സ്ലോ ഓൺസെറ്റ് ആൻഡ് ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആണ്. അതുപോലെ തന്നെ ലെസ് പൊട്ടൻ്റ് ആണ് വെൻ കമ്പയർ ടു ലിഡോക്കെയിൻ. പിന്നെ പ്രൊക്കെയിൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹൈഡ്രോക്ലോറൈഡ് എടുക്കുകയാണെങ്കിൽ എസ്റ്റർ അനസ്തെറ്റിക് ആണെന്ന് പറഞ്ഞു. അത് മെറ്റബലൈസ് ചെയ്യുന്നത് സൂഡോകൊളിനെസ്റ്ററേസിൻ്റെ സഹായത്തോടു കൂടി പാബയായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് മെറ്റബലൈസ് ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ ഉള്ളത് സൾഫണമൈഡ്സ് തെറാപ്പിയിലുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആൻറ്റഗണൈസ് ചെയ്യും അതിൻ്റെ എഫക്റ്റിന്. സോ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ വാസോകോൺസ്ട്രിക്റ്ററായിട്ട് യൂസ് ചെയ്താൽ പ്രൊലോങ് ചെയ്യാം ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. സോ ഇതിൽ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഫാസ്റ്റർ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ദാൻ ലിഡോക്കെയിൻ ആണ് കറക്റ്റ് അല്ലാത്തത്. സ്ലോവർ ഓൺസെറ്റ് ആൻഡ് ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആണ് വെൻ കമ്പയർ ടു ലിഡോക്കെയിൻ, പ്രൊക്കെയിന്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് അല്ലാത്തത്.
സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 10. സെലക്ട് ദ പൈപ്പരിഡീൻ ഡയോൺ ഹിപ്നോട്ടിക്. ഓപ്ഷൻ എ എത്തോക്ലോർവിനോൾ, ബി സോൾപിഡിം, സി ഗ്ലൂട്ടാത്തമൈഡ്, ഡി എസ്റ്റസോളം. തന്നിരിക്കുന്നതിൽ ഏതാണ് പൈപ്പരിഡീൻ ഡയോൺ ഹിപ്നോട്ടിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹിപ്നോട്ടിക്സ് ആൻഡ് സെഡേറ്റീവ്സ് നമുക്കറിയാം ഏജൻസ് ആണ്, CNS ഡിപ്രസൻ്റ് ഏജൻസ് ആണ്. സോ ഇതിൽ ഏതാണ് പൈപ്പരിഡീൻ ഡയോൺ ഹിപ്നോട്ടിക്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഗ്ലൂട്ടത്തമൈഡ് ആണ്. 3-ethyl 3-phenyl പൈപ്പരിഡീൻ 2,6 ഡയോൺ ആണ്. ഒരു ഗാബ അഗോണിസ്റ്റ് ആണ് വിച്ച് ഹെൽപ്സ് ടു ഇൻഡ്യൂസ് സെഡേഷൻ. ഗ്ലൂട്ടത്തമൈഡ് എന്ന് പറയുന്നത് CNS ഡിപ്രസൻ്റ് ആക്ഷൻ ദാറ്റ് ഇസ് സിമിലർ ടു ബാർബിറ്റുറേറ്റ്സ് ഉണ്ട്. സോ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ബാക്കി എന്താണെന്ന് നോക്കിയേ. ക്ലോർവിനോൾ എന്ന് പറയുന്നതും ഒരു സെഡേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക് ഡ്രഗ് ആണ്. പ്രൊപ്പാറിൽ ആൽക്കഹോൾ ആണ് എത്ക്ലോർവിനോൾ എന്ന് പറയുന്നത്. സോൾപിഡിം എന്ന് പറയുന്നത് ഒരു ഹിപ്നോട്ടിക് ആൻഡ് സെഡേറ്റീവ് ആണ്. എസ്റ്റസോളം എന്ന് പറയുന്ന ഒരു ട്രാങ്കുലൈസർ മെഡിക്കേഷൻ ആണ് ഓഫ് ട്രയസോളോ ബെൻസോഡാസിപ്പിൻ ക്ലാസ്സിലുള്ള ഒരു ട്രാങ്കുലൈസർ മെഡിക്കേഷൻ ആണ് എസ്റ്റസോളം. സോ ക്വസ്റ്റ്യൻ നമ്പർ 10ൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ഗ്ലൂട്ടത്തമൈഡ്. ഇതോടുകൂടി പാർട്ട് 1 ഡിസ്കഷൻ അവസാനിക്കുകയാണ്. തുടർന്ന് ഉള്ള ഡിഫറെൻറ്റ് പാർട്സിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഉപകാരപ്രദമായി തോന്നിയാൽ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ നൽകിയിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.